എല്ലാവർക്കും നമസ്കാരം. ഭാരത സംസ്കാരം നിലനിൽക്കുന്നത് ശാസ്ത്രങ്ങളുടെ പിൻബലത്തിലാണ്. അതുകൊണ്ടാണ് കാലത്തെ അത് അതിജീവിക്കുന്നത്. ആ ശാസ്ത്രങ്ങളുടെ മാതൃസ്ഥാനത്ത് നിൽക്കുന്നു ജ്യോതിഷം. ജ്യോതിഷം എന്നത് പരിഹാരഭാഗമാണ്. ഒരു ഗ്രഹത്തിൻ്റെ ചൈതന്യം ഒരാളുടെ ജനന സമയത്ത് അന്തരീക്ഷത്തിലില്ലായിരുന്നുവെങ്കിൽ ആ ഗ്രഹം നൽകേണ്ടതായ ഒരനുഭവവും ആ വ്യക്തിക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ള ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് കണ്ടെത്തിയ ആ ശാസ്ത്രങ്ങളാണ് ജ്യോതിഷത്തിലുള്ളത്. അതിനുപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ക്ഷേത്രസങ്കല്പം. ക്ഷേത്രമെന്നാൽ ഓരോ ഗ്രഹത്തിൻ്റെയും ചൈതന്യത്തെ പല മാർഗങ്ങൾ, പലവിധ വസ്തുക്കൾ, കാര്യങ്ങൾ ഉപയോഗിച്ച് ആകർഷിച്ച് ഒരു ബാറ്ററി പോലെ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിനാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. ക്ഷയിച്ചു പോയ ചൈതന്യത്തെ ഉയർത്തിയെടുക്കുന്നു. എവിടത്തെയാ? ഒരാളുടെ ശരീരത്തിലെ, ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ക്ഷയിച്ചു പോയ ചൈതന്യത്തെ ഉയർത്തിയെടുക്കുന്നതാണ് ക്ഷേത്രം. അത് ഉയർത്താൻ ഉപയോഗിക്കുന്നത് ആ ക്ഷേത്രത്തിൽ ഗ്രഹചൈതന്യത്തെ ആകർഷിക്കുവാൻ സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രഹസ്യമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന അനേകം വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടാണ്. അത് ഗോപ്യമാണ്, മറ്റുള്ളവർക്ക് അറിയാത്ത രീതിയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ഓരോ തരം ഗ്രഹത്തിൻ്റെ ചൈതന്യമാണുള്ളത്. ചോറ്റാനിക്കര മഹാക്ഷേത്രത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ചൈതന്യമാണ് നിലനിൽക്കുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ പരിധിക്കുള്ളിലെത്തുമ്പോൾ തന്നെ ആ ശുക്രൻ്റെ ചൈതന്യം ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ ആ ഗ്രഹത്തിൻ്റെ പോരായ്മ കൊണ്ടുണ്ടായിട്ടുള്ള സർവകാര്യങ്ങളെയും അത് പരിഹരിക്കപ്പെടുന്നു. ശുക്രൻ പൊതുവായിട്ട് വിവാഹം മുതലായ കാര്യങ്ങളെയും സ്ത്രൈണതയെയും സമ്പത്തിനെയും മറ്റു വിധത്തിലുള്ള ധനത്തിനെയും ആകർഷണങ്ങളെയും ശരീരത്തിനെ സംബന്ധിച്ച് ഹോർമോണുകളുടെ പ്രവർത്തനത്തെയും അങ്ങനെ അനവധിയായ കാര്യങ്ങളെ ശുക്രൻ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചൈതന്യ വ്യത്യാസം ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഖേനയുള്ള ദുഃഖങ്ങൾ, രോഗക്ലേശങ്ങൾ, അനുഭവക്കുറവുകൾ എല്ലാം ആ വ്യക്തിക്കുണ്ടാകാം. ഇതിനെ പരിഹരിക്കുവാൻ ആ ഗ്രഹത്തിൻ്റെ റേഡിയേഷൻ നിൽക്കുന്ന ഏരിയയിലേക്ക് ആ വ്യക്തി കടന്നു ചെല്ലുന്നു. ഇതാണ് ക്ഷേത്രങ്ങളുടെ സങ്കല്പം. അപ്പോൾ ചോറ്റാനിക്കരയെ സംബന്ധിച്ച് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആ ചൈതന്യം ലക്ഷ്മീദേവി ആണ്. അത് മഹാവിഷ്ണു സമേതയാണ് ആ ലക്ഷ്മീദേവി. അവിടുത്തെ പവിഴമല്ലിത്തറയിലാണ് മഹാവിഷ്ണുവും ലക്ഷ്മീദേവിയും കൂടെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ആ ദേവതാ സങ്കല്പത്തെയാണ് അവിടെ ആ പ്രധാന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്ക് ലക്ഷ്മി ദേവിയെ മാത്രമാണ് കാണുവാൻ സാധിക്കുക. അതുകൊണ്ടാണ് അവിടെ താമരപ്പൂവിൻ്റെ മാല പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ നേദ്യത്തിൽ നെയ്യ് കൂടുതലുള്ള നെയ്പായസം ഉപയോഗിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും, അവിടുത്തെ നേദ്യമാകട്ടെ, ചാർത്താകട്ടെ, ആചാരമാകട്ടെ, അവിടുത്തെ പൂജാദ്രവ്യങ്ങളാകട്ടെ, വസ്തുക്കളാകട്ടെ, എല്ലാത്തിലും ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉപയോഗിക്കൂ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെ ചൈതന്യം ഒരു ക്ഷേത്രത്തിൻ്റെ ഭരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ദർശനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നാം ഓരോരുത്തരും നമുക്കാവശ്യമായ ഗ്രഹശക്തി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ശക്തി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് എപ്പോഴും അഭികാമ്യം. അതുപോലെ തന്നെ വിപരീതമായ ഗ്രഹങ്ങളുടെ ആ സങ്കേതത്തിലേക്ക് പോകാതിരിക്കുവാനും ഇത് നമ്മളെ സഹായിക്കുന്നു.
പൊതുവെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാവർക്കും അനുകൂലമാണ് എന്നുള്ള ധാരണ നിലനിൽക്കുന്നുണ്ട് പൊതുജനത്തിന്. പക്ഷേ അങ്ങനെയേയല്ല. ആ ഗ്രഹം നമുക്കനുകൂലമല്ലെങ്കിൽ അത് വിപരീത ഫലങ്ങളെ ഉണ്ടാക്കും. വിപരീതമായ ഔഷധം കഴിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് ഈ വിവരങ്ങൾ അറിഞ്ഞിരിക്കുക. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ചൈതന്യമാണ് നിലനിൽക്കുന്നത്. മേൽക്കാവിൽ. കീഴ്ക്കാവിലുള്ളത് അത് ഉപദേവതയാണ്. ഉപദേവതകൾക്കൊക്കെ ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. എപ്പോഴും പ്രധാന മൂർത്തി സങ്കല്പത്തിൻ്റെ ചൈതന്യമായിരിക്കും അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്നിൻ്റെയും ചൈതന്യങ്ങളെ, ആകർഷണ വസ്തുക്കളെ അവിടെ സ്ഥാപിക്കാറില്ല. അത് ക്ഷേത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മഹാക്ഷേത്രത്തിലാണ് ഇതിൻ്റെ ആ വ്യാപ്തി കൂടുതൽ. ചോറ്റാനിക്കര മഹാക്ഷേത്രമാണ്. അതുകൊണ്ട് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രനെ കൊണ്ട് ജ്യോതിഷത്തിൽ അന്നപൂർണേശ്വരിയെയും ലക്ഷ്മി ദേവിയെയും ഗന്ധർവയക്ഷി എന്ന് പറയുന്ന സങ്കല്പത്തിനെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ. അപ്പോൾ അതിൽ ലക്ഷ്മി ദേവിക്ക് തന്നെയാണ് പ്രാധാന്യം. ചോറ്റാനിക്കര എന്ന് പറയുന്നത് ചിഞ്ച ആരണ്യം എന്നായിരുന്നു മുൻപുള്ള പേര്. ചിഞ്ചകൾ, പുളിമരങ്ങൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. അത് പിന്നീട് പറഞ്ഞ് ഇങ്ങനെയായി മാറിയതാണ്. അതുകൊണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശുക്രൻ്റെ ഗ്രഹചൈതന്യം കൂടുതലായി ആവശ്യമുള്ളവർ പോകുന്നത് വളരെ നല്ലതാണ്. അവർക്ക് ധന ഐശ്വര്യങ്ങളുടെ വർധന, ഏത് മേഖലയിലുള്ളവർക്കായാലും ആകർഷണം, അവരുടെ മേഖലയിലെ ആകർഷണം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതാണ്. എല്ലാവരെയും സർവേശ്വരിയായിട്ടുള്ള ദേവി അനുഗ്രഹിക്കട്ടെ.